അപ്പോൾ ഇന്ന് ഞാനൊരു മുയലിനെയാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു ആനിമൽ സീരീസ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആനിമൽ പെയിൻറ്റിങ്ങിന് താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നെക്സ്റ്റ് സീരീസ് ഞാൻ വേറെ വേറെ ആനിമൽസിനെ വരയ്ക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നേച്ചർ പെയിൻറ്റിങ്ങും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം മിക്സപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതും ഒരു റെഫറൻസ് ആണ് കേട്ടോ. ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് സേവ് ചെയ്ത ഒരു റെഫറൻസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് അധികം ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കേട്ടോ. ആനിമൽ പെയിൻറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് അറിയാമല്ലോ, കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ ഹെയർസും ആനിമലിൻ്റെ ഹെയർസും ഒക്കെ വരച്ചു കൊടുക്കാൻ കുറച്ച് ടഫുള്ളൊരു പരിപാടിയാണ്. പിന്നെ ഞാൻ ഈ പെയിൻറ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ തന്നെ പഠിച്ചതാണിത്, ഞാൻ തന്നെ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ പഠിക്കാത്ത ഞാൻ വരയ്ക്കുന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് നാൾ മുമ്പ് ഞാനൊരു പാണ്ടയുടെ പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അത്യാവശ്യം റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഒരു ആനിമലിനെയും കൂടെ വരച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഈ പെയിൻറ്റിങ് ചെയ്യാൻ തീരുമാനിച്ചത്. പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ ഈ പെയിൻറ്റിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ ഫൈനൽ ലുക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പം ഒരു ആർട്ടിസ്റ്റിന് ഉള്ള ഒരു രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ശരിക്കും ഞാൻ നേച്ചർ പെയിൻറ്റിങ്സ് ഒക്കെയാണ് കൂടുതൽ ചെയ്യാറുള്ളത്. അപ്പം ആനിമൽ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പം അതെങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം അറിയുമ്പം ഒരു സന്തോഷമാണ്. അപ്പോൾ ഈ പെയിൻറ്റിങ് ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.